ഹായ് ഫ്രണ്ട്സ്, ഇവർ വൈത്രയൽ സീരിയലിന്റെ പുതിയ എപ്പിസോഡില് സത്യദാസ് എണീറ്റ് വരുമ്പോ ഭൂമിയെ കാണുന്നില്ല. താഴെ നോക്കുമ്പോ ഉണ്ടാവും ഒരു കപ്പ് കോഫി ഇട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ കപ്പ് കോഫി എടുത്തതിന് ശേഷം കിച്ചണിൽ ചെന്ന് നോക്കുമ്പോ കിച്ചണിൽ ഭൂമിയില്ല. പക്ഷെ കിച്ചണൊക്കെ ഭയങ്കര നീറ്റ് ആയിട്ടിരിക്കുന്നേ. സത്യദാസ് ചുറ്റിലും നോക്കൂട്ടോ. ശേഷം റൂമിലുണ്ടെന്ന് കരുതി റൂമിൽ ചെന്ന് നോക്കുമ്പോ അവിടെയും ഭൂമിയില്ല. അവിടെയും നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഭൂമി എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുക. സത്യദാസ് വിചാരിക്കും ഇത് എന്റെ വീട് തന്നെയാണോ. പെട്ടെന്ന് ഒരു കുപ്പി പൊട്ടുന്ന ശബ്ദം കേൾക്കും. സത്യദാസ് ഒന്ന് പേടിക്കും. ആ ചായയുടെ ഗ്ലാസ് അവിടെ വെച്ച് പുറത്തേക്ക് ഓടേട്ടാ. അവിടെ വന്ന് നോക്കുമ്പോണ്ടാവും ഭൂമി മദ്യക്കുപ്പികൾ ഓരോന്നോരോന്നായി പൊട്ടിക്കുന്നേ. സത്യദാസ് വന്ന് നോക്കുന്നതാണ് ഭൂമി ഒന്നുകൂടെ ശക്തിയില്ല കുപ്പികൾ പൊട്ടിക്കും. സത്യദാസ് അന്തം വിട്ട് എന്നാ ഭൂമിയുടെ നോട്ടം കാണുമ്പോ പേടിച്ചു കേട്ടോ. തല താഴ്ത്തി നിൽക്കും. അങ്ങനെ ഒരുവിധം കുപ്പിയൊക്കെ പൊട്ടിച്ചതിന് ശേഷം നല്ല ദേഷ്യത്തില് സത്യദാസിന്റെ അടുത്ത് വന്ന് നോക്കും. തല്ലണം എന്നാണോ അതോ കൊല്ലണം എന്നാണോ തോന്നുന്നത്? ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ അല്ലേ, ശിക്ഷിച്ചോളൂ. അല്ലെങ്കിൽ വിളിക്ക് മദ്യപാനി അസോസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ. എനിക്കൊരു കുഞ്ഞു കോഫി ഹൗസാ ഉള്ളത്, അത് തല്ലി തകർക്കാൻ പറ. സത്യാസോയ്ക്കും സത്യത്തില് ഇത് അപ്പുവാണോ അത് ഭൂമിയാണോ? സംശയിക്കേണ്ട, ഭൂമി. പക്ഷേ ഉടനെ അപ്പു ആവും. രണ്ടാളും ആയിക്കോട്ടെ. അപ്പു ആയാലും ഭൂമി ആയാലും ഈ വീട് തല്ലി തകർത്താലും സത്യദാസ് ഒന്നും ചെയ്യില്ല. അപ്പൊ ഭൂമിക്കും ഇഷ്ടം കൊണ്ടാണോ സ്നേഹം കൊണ്ടോ? അപ്പൊ സത്യദാസ് പറയും അതുക്കും മേലെ. ഭൂമി പറയും അല്ല ചായ തണുത്തിരുന്നോ? ഇല്ല. അതൊക്കെ പോട്ടെ, ഇന്നലെ ഉറങ്ങിയില്ല അല്ലേ? ഈ വീടങ്ങ് മ്യൂസിയം പോലെ ആക്കിയല്ലോ. ഭൂമി പറയും ഇപ്പൊ മ്യൂസിയം, ഇനി ഞാൻ ഈ വീട് സ്വർഗാക്കും എന്ന് പറയുമ്പോ സത്യദാസിന് ഒരുപാട് സന്തോഷാവും കേട്ടോ. പിന്നെ അല്പസമയം കഴിഞ്ഞേ സത്യദാസും അപ്പുവിന്റെ കുഞ്ഞിലെ ഫോട്ടോ ഇങ്ങനെ നോക്കി നിൽക്കണേ. ഭൂമി മാറ്റി റെഡിയായി അങ്ങോട്ട് വരും. റെഡിയായി കഴിഞ്ഞോ? ഭൂമി പറയും കോഫി ഹൗസിലേക്കുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണം. സാറിന്റെ സെർവന്റ് ഒന്നും വരില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല, അയാള് വരും. അപ്പൊ ഭൂമിക്കോ? വീട്ടിലെത്തിയിട്ട് സത്യദാസ് പറയും ഭൂമി ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത 12 മണിക്കൂർ എന്റെ അപ്പുമോളോടൊപ്പം. ഭൂമിയുടെ മനസ്സ് നിറയുന്നുണ്ട്. എനിക്കും സന്തോഷം. പിന്നെ സാർ, ഈ ഡ്രസ്സ് അപ്പുവിന്റെ അമ്മയുടേതല്ലേ? ഇത് ഞാൻ എടുത്തോട്ടെ? 12 മണിക്കൂർ തികഞ്ഞില്ല, എന്നാലും ഞാൻ അപ്പുവായിട്ട് ചോദിക്കാം. അമ്മയുടെ ഓർമ്മയ്ക്ക് ചോദിക്കേണ്ടതില്ല. ഞാൻ കാണിച്ച അലമാരയിലെ എല്ലാ ഡ്രസ്സും എടുത്തോളൂ. അയ്യോ അത് വേണ്ട സാർ. സത്യദാസ് പറയും ആയിക്കോട്ടെ. ഭൂമിയും അച്ഛനായിട്ട് തന്നെ കേട്ടോ കരുതിയിരിക്കുന്നത്. സത്യദാസിന്റെ മാറിൽ ചേർന്ന് കിടക്കും. അമ്മ സത്യദാസ് ഇങ്ങനെ തലോടി കൊടുക്കൂട്ടോ. എന്നിട്ട് പോട്ടെ എന്ന് ഇങ്ങനെ മൗനമായി ചോദിക്കുമ്പോൾ മൗനമായി സമ്മതം കൊടുക്കും സത്യദാസ്. അങ്ങനെ ഭൂമി അവിടെ നിന്ന് ഇറങ്ങാം. ഭൂമി പോകുമ്പോൾ സത്യദാസിന് നല്ല സങ്കടമാകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അഞ്ജനയും ഭവാനി ഇപ്പോഴും ആ വാടക വീട്ടിലാട്ടോ. തിരുമ്പിയത് അലക്കിയിടുമ്പോൾ അഞ്ജന ചോദിക്കുന്നുണ്ട് ഇത് സൗഭാഗ്യവൃത്ത് പോയിട്ട് അവിടുത്തെ സെർവന്റിന് കൊടുത്താൽ പോരെ? ഭവാനി പറയും അജയ് വരുമ്പോ വിശ്വസിക്കാനായി കുറച്ച് പ്രോപ്പർട്ടി അയലേ കിടക്കുന്നത് നല്ലതാ, അത് അവൻ വരുമ്പോ പോരെ? ഭവാനി പറയും എപ്പോഴാ വരാന്ന് അറിയില്ലല്ലോ, വരുമ്പോ വിളിക്കാന്ന് അപ്പച്ചി പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ അപ്പൊ സമയമുണ്ട്. എന്നാലും നമുക്ക് ദരിദ്രവാസി ലുക്ക് തന്നെ നിക്കാം. അല്ല അമ്മ ആരെയും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നേ? ഭവാനി ഒന്ന് പേടിക്കും. അതെന്റെ ഫ്രണ്ടിനെയാ. അമ്മ മാറി നിന്നിട്ടാണല്ലോ വിളിക്കുന്നേ. ഭവാനി പറയും നിന്നെ ശല്യപ്പെടുത്താതിരിക്കാനാ. എന്ത് ഡിസ്റ്റർബൻസ്? എനിക്ക് തോന്നിയത് എന്തോ ഗൂഢാലോചനയാണെന്നാ. ഭവാനി പറയും അതെ, എന്നെ കെട്ടാൻ ഒരാൾ തയ്യാറാണെന്ന് പറഞ്ഞു. ഞാൻ അയാളോടാ സംസാരിച്ചോണ്ടിരിക്കുന്നേ. അഞ്ജന പറയും ഓ, അയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചോ? എന്ന് വെച്ചോ? അഞ്ജന പറയും അമ്മയെ കിട്ടിയാൽ എന്തായാലും അത് വേണ്ടി വരും. തീരുമാനം ഫൈനലാവുമ്പോ അറിയിക്കണേ. അയാൾക്കൊരു റീത്തി വാങ്ങിച്ചു വെക്കാനാ. അങ്ങനെ സംസാരിക്കുമ്പോണ്ടാവും ഒരു കാറ് വരുന്നത്. ദാ അവൻ വരുന്നു, അകത്ത് കയറാം എന്ന് പറഞ്ഞ് അജയുടെ കാറ് കാണുമ്പോ തന്നെ രണ്ടും കൂടെ അകത്ത് കയറി വാതിലടയ്ക്കും. അങ്ങനെ അജയ് ഇവരെ കണ്ടിട്ടില്ല കേട്ടോ പോയതൊന്നും. ഇത്രയും ദരിദ്രമായ വീട്ടില് ഇവരെന്തിനു വന്ന് താമസിക്കണം? ആവശ്യത്തിന് ബാങ്ക് ബാലൻസ് അമ്മായിക്ക് വേണ്ടതാണല്ലോ, അത് മതിയാവാതെ വന്നാൽ മുത്തശ്ശി കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു സംശയത്തിന്റെ രീതിയിലാണ് അജയ് ചിന്തിച്ച് അങ്ങോട്ട് വരുന്നത്. കോളിംഗ് ബെൽ അടിക്കുമ്പോ ആരാ എന്ന് ഭവാനി ചോദിക്കുന്നുണ്ട്. അജയ് മിണ്ടുന്നില്ല. വെയിറ്റ് ചെയ്യൂ, വരുന്നു. ഭവാനി അറിയാത്ത പോലെ ഡോറോർക്കും. ആ അജയ് ആയിരുന്നോ? ആരാ ബെല്ലടിച്ചതെന്ന് മനസ്സിലായില്ല. ആരാ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതെന്ന്? അഞ്ജനയുടെ അവളകത്തുണ്ട്. അജയ് തല്ലിയ ശേഷം പരിഭ്രമിച്ചിരിക്കാം. അജയ് പറയും ഞാൻ മനഃപൂർവ്വം തല്ലിയതല്ല. ഭവനിക്കും അഞ്ജനയെ കാണണോ? ആ മോളെ അഞ്ജനെ, ധാര വന്നിരിക്കുന്നു നോക്കിയേ. അഞ്ജന അങ്ങോട്ട് നൈറ്റ് കിട്ട് വരുമ്പോ അജയ് ഞെട്ടിപ്പോവും. അടിമുടി നോക്കും. അജയ്ക്കും ഇതെന്ത് വേഷ? നിനക്ക് നന്നായി ഇണങ്ങുന്നുണ്ട്, ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാ. ഇതാണ് നിന്റെ ഒറിജിനൽ രൂപം. വെറുതെ കോസ്മെറ്റിക് ഒക്കെ വാങ്ങിച്ചിട്ട് ക്യാഷ് കളയണോ? കുളിക്കുമ്പോ അതൊക്കെ പോവില്ലേ? അഞ്ജനയ്ക്കും നീ എന്നെ ട്രോളാൻ വന്നതാണോ? അല്ല അജയ് വന്നതിന് എന്തെങ്കിലും? അജയ് പറയും മുത്തശ്ശി പറഞ്ഞു നിങ്ങളെ വിളിച്ചോണ്ട് വരാൻ. മുത്തശ്ശി നിരാഹാരാ. അഞ്ജന പറയും അങ്ങോട്ട് വന്ന നീ എന്നെ തല്ലി ചതക്കില്ലെന്ന് എന്താ ഉറപ്പ്? അജയ് വരും ഒരു ഉറപ്പുമില്ല. ഓ എന്ന് വെച്ചാൽ നീ എന്നെ തല്ലല്ലേ? അജയ് പറയും നമുക്ക് രണ്ടുപേർക്കും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഞാൻ തല്ലാതിരിക്കാനും നീ തല്ലു കൊള്ളാതിരിക്കാനും. നിങ്ങളെ കൊണ്ടുപോവാനാ ഞാൻ വന്നത്. ഞാൻ ആലോചിച്ചിട്ട് പറയാം. ആ ആലോചിച്ചിട്ട് വിളിച്ചാ മതി എന്ന് പറഞ്ഞ അജയ് അവിടുന്ന് പോകാൻ തുടങ്ങും. ഡി കൊളാക്കല്ലേ ചില്ലേ. അഞ്ജന അജയ് എന്ന് വിളിച്ച് പിന്നാലെ ഓടും. നീ സീരിയസ് ആയിട്ട് എടുത്തു. അപ്പോഴേക്കും നീ വിളിച്ച ഞാൻ എവിടെ ആണെങ്കിലും വരില്ലേ? ഭവാനി വന്നിട്ട് പറയും നിങ്ങളുടെ ഒരു വിവാഹത്തിന്റെ ഉറപ്പ് വേണമെന്ന്
അഞ്ജന പറഞ്ഞിരുന്നു. അജയ്ക്കും അതിനെന്തിനാ ഉറപ്പ്? നിനക്ക് എന്നെ വിശ്വാസമല്ലേ? അല്ല ജയ്, എന്നാലും അഞ്ജന പറയും, ഇവൻ എന്നെ അല്ലാതെ ആരെ കെട്ടാനാ? എനിക്ക് വിശ്വാസമാണ് അമ്മേ. വീട്ടിലെത്തി നമുക്കൊരു ഔട്ടിങ്ങിന് പോകാം, ഒന്ന് ചുറ്റി കറങ്ങാം. അജയ് എല്ലാം സമ്മതിക്കും, ഞങ്ങൾ റെഡിയാവാം, വാ അമ്മേ എന്ന് പറഞ്ഞ അമ്മേനെ കൂട്ടി പോകുമ്പോ ഭവാനി പറയും, അവൻ നിന്നെ കെട്ടാന്ന് പറഞ്ഞില്ല. അഞ്ജന പറയും, അവന്റെ ഡയലോഗിന്റെ അർത്ഥം അത് തന്നെയല്ലേ അമ്മേ? അവന് വിശ്വാസല്ലേ? അമ്മ വാ, നമുക്ക് സൗഭാഗ്യവരത്തെത്തണം, നല്ല ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, സുഖിക്കണം. ഇവിടെ ജീവിക്കാൻ ഞാനില്ല, വന്നേ എന്ന് പറഞ്ഞ അഞ്ജനെ വിളിച്ചോണ്ട് പോവാ. അജയ് ഇപ്പോഴും ഇവരിങ്ങനെ ജീവിക്കുന്നതിന്റെ സെറ്റപ്പിന് എന്താ കാര്യം എന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അനുപമ ഇങ്ങനെ എന്തോ ആലോചിച്ച് വെറുതെ ചിരിക്കാട്ടോ. എന്താടി നിനക്ക് എന്ന് വെച്ച് സംഗീതയും മാധവനും വരും. നീ എന്ത് സ്വപ്നം കാണാണോ? അനു പറയും, ഞാൻ ആലോചിക്കായിരുന്നു, ഒറ്റ ദിവസം കൊണ്ട് മനുഷ്യന്മാർ ഇങ്ങനെയാവോ? സംഗീത പറയും, മനസ്സിലായില്ല. അഞ്ജനയുടെയും ഭവാനി അമ്മയുടെയും കോലം കണ്ടില്ലേ? അവര് താമസിക്കുന്ന വീടും അങ്ങനെ തന്നെ. അവർക്ക് എന്തിന്റെ കുറവാ? ക്യാഷിന് ക്യാഷ് ഉണ്ട്, ഡ്രസ്സിന് ഡ്രസ് ഉണ്ട്. ഇത് അവർ കരുതി കൂട്ടി വേഷം കെട്ടി അഭിനയിക്കുന്നതാ. അവരങ്ങനെ അഭിനയിക്കണം? അനു പറയും, മുത്തശ്ശിയുടെ മനസ്സ് അലിയിക്കാൻ, അല്ലാതെ എന്തിന്? മാധവൻ ചോദിക്കും, ഇതിപ്പോഴാണോ പറയണേ? അവിടെ ചെന്നപ്പോ എന്താ പറയാണ്ടിരുന്നത്? അനു പറയും, അപ്പൊ എനിക്ക് തോന്നിയിരുന്നു, പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കാറ് വരുന്ന കാണുമ്പോ സംഗീത പറയും, അവര് വന്നു, പൂമാല വാങ്ങിക്കണായിരുന്നു, മറന്നുപോയി. അങ്ങനെ ഇവര് വരുന്ന കോലം കാണും, അതേ ഡ്രസ്സ് തന്നെയാ വന്നിരിക്കുന്നത് കേട്ടോ. ഫാൻസി ഡ്രസ്സിന് മത്സരിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഫസ്റ്റാ. സംഗീത പറയും, നീ മിണ്ടാതിരിക്കേ, വാ എന്ന് പറഞ്ഞ അജയ് അവരെ കൂട്ടി വരും. സംഗീത പറയും, ഞങ്ങൾ കാത്തിരിക്കായിരുന്നു ഭവാനി, പേടിച്ചിരിക്കായിരുന്നു. മാധവൻ പറയും, മോളെ അഞ്ജനെ, നീ എന്റെ മകനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാ മനസ്സിലായത്. അഞ്ജന പറയും, അജയ് അത് മനസ്സിലാക്കാത്തതാ എന്റെ സങ്കടം. അജയ് മുഖം തിരിക്കും. സംഗീത പറയും, ഇപ്പൊ മനസ്സിലാക്കിയല്ലോ, അതുപോരെ? അഞ്ജന ആന്ന് തലയാട്ടും. ഭവാനിക്കും അമ്മയുടെ ആ മുറിയിലുണ്ട്, നിങ്ങൾ വന്നാലേ ഭക്ഷണവും വെള്ളവും കഴിക്കുന്നുള്ള വാശിയില്ല അമ്മ, ചെന്ന് കാണ്, സമാധാനാവട്ടെ. അങ്ങനെ ഇവർ അത്തേക്ക് കയറി പോവാ. അവര് പോയി കഴിഞ്ഞാലേ സംഗീത പറയും, ഒടുക്ക നിന്റെ മനസ്സ് മാറിയല്ലോ, സന്തോഷം എന്ന് പറഞ്ഞ അവരും പോകും. അപ്പൊ അനുക്കും, അപ്പൊ നീ അഞ്ജനെ കെട്ടാൻ തീരുമാനിച്ചല്ലേ? അജയ് പറയും, ഏയ്, ഞാൻ അന്ന് പറഞ്ഞ വാക്കിൽ ഒരു മാറ്റവും ഇല്ല, ഞാൻ അവളെ വിവാഹം കഴിക്കില്ല. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു ആരോടും ചെന്ന് പറയരുത്. അനു പറയും, ഞാൻ പറഞ്ഞില്ലെങ്കിലും എപ്പോഴായാലും എല്ലാരും അറിയും, അപ്പൊ പ്രശ്നമാവല്ലോ. ഇപ്പൊ ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കും? അജയ് പറയും, നീ ആരുടെ ഭാഗത്ത് നിൽക്കുന്നോ അവരുടെ ഗതി അതോ ഗതിയാ, അതുകൊണ്ട് നീ അവരുടെ ഭാഗത്ത് നിന്നോ എന്ന് പറഞ്ഞ അജയ് അവിടുന്ന് പോകും. പിന്നീട് മുത്തശ്ശി നല്ല ടെൻഷനിലാട്ടോ. ഭവാനി അഞ്ജനെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഭവാനി പറയുന്നുണ്ട്, നന്നായിട്ട് അഭിനയിക്കണേ, അതെന്നോട് പറയണോ എന്ന് പറഞ്ഞ് ഡോറിൽ മുട്ടും. മറ്റാരോ ആണെന്ന് കരുതി മുത്തശ്ശി വാതിലുറക്കില്ല. മുത്തശ്ശി, ഞാൻ അഞ്ജന. അത് കേൾക്കുമ്പോ അയ്യോ, സന്തോഷത്തിലെ മുത്തശ്ശി വാതിലുറക്കും. എന്തൊരു പോലെ മക്കളെ എന്ന് പറഞ്ഞ അഞ്ജനയെ ചേർത്ത് പിടിക്കുക. മാഷിപ്പുറത്തൊരു കത്ത് എഴുതി വെച്ച് അതിന്റെ പേരിൽ ഇറങ്ങിപ്പോയി. ഇങ്ങനെ ഒരു മുത്തശ്ശി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോ? ഭവാനി പറയും, അമ്മയെ മറക്കാനോ? ഞങ്ങൾക്ക് അത്രയും വേദന ഉണ്ടാക്കി, അതാ പോയത്. അമ്മയെ വിഷമിപ്പിച്ചതിനെ ഞങ്ങളോട് ക്ഷമിക്കമ്മേ. അഞ്ജനയ്ക്കും, ഞങ്ങൾ പോയതിനു ശേഷം ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലേ? ഞങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടന്നു അല്ലേ? ഭവാനി പറയും, മെഡിസിനും ഭക്ഷണവും കൃത്യസമയത്ത് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ട് എന്ന് പറയുമ്പോ മുത്തശ്ശി അതിൽ വീഴും. രണ്ടുപേരെയും രണ്ട് തോളിലായിട്ട് ചേർത്ത് പിടിക്കാട്ടോ. മുത്തശ്ശി അവര് പറയുന്നൊക്കെ ഇങ്ങനെ മനസ്സലിഞ്ഞ് നിൽക്കാട്ടോ. ഭവാനിയും അഞ്ജനയും നോക്കി ചിരിക്കും. മുത്തശ്ശിക്കും, അല്ല മോളെ, നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് അജയ് തന്നെയല്ലേ? നിന്നെ കല്യാണം കഴിക്കാന്ന് അവൻ പറഞ്ഞില്ലേ? അഞ്ജന പറയും, ആ, സന്തോഷായില്ലേ മോൾക്ക്? സന്തോഷായി, താങ്ക്സ് എന്ന് പറഞ്ഞ മുത്തശ്ശിക്ക് ഒരു ഉമ്മ കൊടുത്ത് കെട്ടിപ്പിടിക്കും. പിന്നീട് അവരെല്ലാരും അവിടെ ഇരുന്ന് സംസാരിക്കാട്ടോ. അപ്പൊ മുത്തശ്ശി പറയും, ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല, മാപ്പമ്മേ എന്ന് ഭവാനിയും അഞ്ജനയും പറയും. ഞങ്ങൾ അമ്മയെ വിട്ട് എങ്ങോട്ടും പോവില്ല. മുത്തശ്ശി പറയും, ഈ വീട് നിങ്ങളുടേത് കൂടിയാണ്, എന്തെങ്കിലും സംശയമുണ്ടോ? പിന്നെ നിങ്ങളുടെ വിവാഹ നിശ്ചയം ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല, എത്രയും പെട്ടെന്ന് നടത്തും. ഭവാനി പറയും, ഇനി അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാലോ, ഞാൻ വിളമ്പിത്തരാം, വാ. അമ്മ പറയും, എന്റെ പൊന്നു മക്കളെ, ഈ കോലത്തിൽ കാണാൻ വയ്യ, കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വരൂ, എന്നിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കാം. ശരി അമ്മയെന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകും. ഭവാനിയുടെ കയ്യിലൊരു സഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നിശ്ചയം എന്ന് പറഞ്ഞിരിക്കാം മുത്തശ്ശി. അങ്ങനെ റൂമിൽ എത്തിക്കഴിഞ്ഞ അഞ്ജന പറയും, നിശ്ചയം കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം അല്ലേ അമ്മേ? ഭവാനി പറയും, നിശ്ചയം കഴിഞ്ഞ് 1-2 മാസോ? 6-7 ദിവസത്തിനകം കല്യാണം നടത്തണം. അതൊരു ചെറിയ ടൈം അല്ലേ അമ്മേ, ഒരുക്കങ്ങൾ നടത്തണ്ടേ? ഭവാനി പറയും, അത്ര ഒരുക്കം മതി. ഇപ്പൊ അജയ് വിവാഹത്തിന് സമ്മതിച്ചിരിക്കുക. ഓന്തിന്റെ സ്വഭാവം അവന്റേത്, അവന്റെ മനസ്സ് എപ്പോ വേണമെങ്കിലും മാറാം. അത് കഴിഞ്ഞ് പെട്ടെന്ന് കല്യാണം നടത്തണം. അഞ്ജന പറയും, അമ്മയുടെ ഇഷ്ടം. ഭവാനി പറയും, നീ മുത്തശ്ശിയും വല്യച്ഛനെയും സോപ്പിടണം, എല്ലാം അവരുടെ കയ്യിലാ, അത് ഓർമ്മ വേണം. അഞ്ജന പറയും, ഈ വിവാഹം കൊണ്ട് ഞാൻ ലക്ഷ്യം വെക്കുന്നത് ഭൂമിയാണ്. അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ അവനുമായി പ്രണയത്തിലാണെന്ന്. അവനും പറഞ്ഞു നിശ്ചയത്തിന്റെ അന്ന് അവളുടെ കയ്യിൽ മോതിരണിയിക്കുന്നു, മോതിരിടും, അതെന്റെ വിരലിലാണെന്ന് മാത്രം. എന്റെ അജയുടെയും വിവാഹ നിശ്ചയം കഴിയട്ടെ, അവളെ ചെന്നൊന്ന് കാണുന്നുണ്ട് എന്നും പറഞ്ഞ് നിൽക്കുകയാണ് അഞ്ജന. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി കമാൽ ഭവാനിയെ വിളിക്കാട്ടോ. ഞാൻ വിളിച്ചിട്ടെന്താ മാഡം കോൾ എടുക്കാത്തത്? ഭവാനി പറയും, ഞാൻ തിരക്കിലായി പോയി, താൻ കാര്യം പറ. മാഡം, ചെറിയൊരു അബദ്ധം പറ്റി. ഭവാനിക്കും, എന്താ? ഞാൻ ഭൂമിയെ കൊല്ലാൻ അമ്പലത്തിൽ വെച്ചൊരു ശ്രമം നടത്തി. ഭവാനി അങ്ങ് ഞെട്ടും. പക്ഷെ മാഡത്തിന്റെ ഒരു ബന്ധുവില്ലേ, പഴയ പോലീസുകാരൻ, ആ സമയത്ത് അവിടെ വന്നു. ഭവാനി ഒന്നുകൂടെ ഞെട്ടും.
ആ ഞങ്ങള് തമ്മിലൊരു ചെറിയ അടിപിടി ഉണ്ടായി. അയാൾ എന്നെ കണ്ടു. എടോ താൻ എന്നെ കൊലയ്ക്ക് കൊടുക്കുവോ? ഒരു വിധത്തിൽ ഇങ്ങോട്ട് തിരിച്ചു കയറി വന്നതേ ഉള്ളൂ. തന്നെ തിരിച്ചറിഞ്ഞോ? കമാലു പറയും സാധ്യത കുറവാ. എന്നാൽ തൽക്കാലം താനൊന്ന് മാറി നിൽക്കേ. കുറച്ചു ദിവസം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. എന്തായാലും അയാളൊരു പോലീസുകാരനാ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. താൻ ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട. ശരി മാഡം എന്ന് പറഞ്ഞാൽ കോള് കട്ട് ചെയ്യും. ഭവാനി ഒന്ന് പേടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഭാഗം കഴിയുന്നത്.